വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ചെങ്ങന്നൂർ മുൻ MLA കെ രാമചന്ദ്രൻ നായരുടെ മകൻ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അച്യുതൻ നൽകും ഡൽഹിയിൽ നിന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, നേരത്തെ തന്നെ വിവാദമായതാണ് ഈ ആശ്രിത നിയമനം. അത് റദ്ദാക്കിയ നടപടി ഇപ്പോൾ സുപ്രീം കോടതിയും ശരിവെക്കുന്നു. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതിയിൽ നിന്നുണ്ടായി? പ്രജിൻ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ചൂടുപിടിപ്പിച്ച ഒരു വിവാദമായിരുന്നു ഈ ചെങ്ങന്നൂർ അന്തരിച്ച മുൻ MLA കെ രാമചന്ദ്രൻ്റെ മകൻ പ്രശാന്തിന് നൽകിയ നിയമനം. അത് അന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആ നിയമനം റദ്ദാക്കിയിരുന്നു. അന്ന് ചൂണ്ടിക്കാട്ടിയൊരു കാര്യം, ഈ MLA-മാർ ജനപ്രതിനിധികളാണ്, അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. ആശ്രിത നിയമനം അത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അന്ന് ഹർജി തള്ളിയത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയുടെ ആ വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ അതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ആ ഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് ഹൈക്കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വിധിയിൽ ഇടപെടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ അത് പൂർണ്ണമായും ശരിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് മാത്രമേ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളൂ എന്ന ആ ഒരു വ്യവസ്ഥ അത് ഇവിടെ ശരിവെക്കുകയാണ്. അന്ന് പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പ്രശാന്തിന് ഒരു നിയമനം നൽകിയത്. അന്ന് സർക്കാർ വാദിച്ചത് പ്രശാന്തിന് യോഗ്യതകളുണ്ട് എന്ന കാര്യമായിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ റാങ്കിലേക്കായിരുന്നു നിയമനം. എന്തായാലും അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഹൈക്കോടതിയിൽ എത്തിയപ്പോഴും ഡിവിഷൻ ബെഞ്ച് ആ ഒരു നിയമനത്തെ റദ്ദാക്കിയിരുന്നു. അത് ചോദ്യം ചെയ്ത് വന്ന ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആശ്രിത നിയമനമെന്ന ബാനറിൽ എന്ന പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുന്ന ആരോപണം ഉയർത്തപ്പെട്ട ഒരു സംഭവ വികാസം കൂടിയായിരുന്നു ഇത്. 2018 ജനുവരിയിലായിരുന്നു ഇത്തരത്തിൽ ക്യാബിനറ്റ് വിളിച്ച് മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ ഒരു പ്രത്യേക തസ്തിക ഉണ്ടാക്കി ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകിയത്. അതുകൊണ്ട് തന്നെ കോടതി വിധി ഒരു ബെഞ്ച് മാർക്കാവാൻ പോവുകയാണ്. ആശ്രിത നിയമനം എന്താണ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സർക്കാർ സർവീസിലേക്ക് കയറാനുള്ള ആശ്രിതർ ആരൊക്കെയാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൂടി വരികയാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളാണ് MLA-മാർ. അതുകൊണ്ട് തന്നെ അവരുടെ ആശ്രിതർക്ക് സർക്കാർ നിയമനത്തിന് അവകാശമില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്ന ഒരു വിധി കൂടിയാണ്, സുപ്രധാനമായ നിരീക്ഷണം കൂടിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്ന. അച്യുതൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചെയ്യുന്നു. അച്യുതൻ, കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ കാലയളവിൽ നൽകിയ ശമ്പളമുണ്ട്, അലവൻസുകളുണ്ട്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണം എന്തൊക്കെയാണ്? ഇനി തുടർന്നിന്റെ ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? സുഹൈൽ, ഒരു ദീർഘമായ ഒരു ഹിയറിംഗിലേക്ക് ഒന്നും തന്നെ കടന്നില്ല. കാരണം ഈ ഹൈക്കോടതിയുടെ ഒരു വിധി അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ വിധിയിൽ ഇടപെടാനില്ല എന്ന വരിയോടുകൂടി സുപ്രീം കോടതി ഹർജി തള്ളുകയായിരുന്നു. ഇതെന്ന ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുമ്പോൾ ഹർജിക്കാരൻ പ്രശാന്തിനെതിരെ ചൂണ്ടിക്കാണിച്ച കാര്യമെന്നുള്ളത് ഈ MLA-മാർ ജനപ്രതിനിധികളാണ്, അവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. അതുകൊണ്ട് തന്നെ ഈ ആശ്രിത നിയമനം എന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് മാത്രം നൽകുന്ന ഒന്നാണ്. ഈ പ്രശാന്തിൻ്റെ നിയമനം അത് ചട്ടവിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. അത് ഹൈക്കോടതി ശരിവെക്കുകയും ആ നിയമനം റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയത്. പക്ഷേ അവിടെ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഇടപെടൽ തന്നെയാണ് ശരിവെച്ചിരിക്കുന്നത്. നിയമനം റദ്ദാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് മാത്രമേ ആശ്രിത നിയമനത്തിന് അർഹതയുള്ളൂ എന്ന നിരീക്ഷണം അത് സുപ്രീം കോടതിയും ശരിവെക്കുകയാണ്. ഹൈക്കോടതി വിധിയിൽ ഇടപെടാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏറെ ചർച്ചയായ വിഷയമാണ്. കാരണം പിൻവാതിൽ നിയമനമടക്കം ചർച്ചയായിരുന്ന ആ സമയത്താണ് പ്രശാന്തിൻ്റെ നിയമനം മറ്റൊരു വിവാദത്തിലേക്ക് കൂടി വഴിവെച്ചിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2018 മന്ത്രിസഭാ യോഗം ചേർന്ന് ആ തീരുമാനമെടുക്കുന്നു. അന്ന് പറഞ്ഞത് പ്രശാന്തിന് യോഗ്യതകളുണ്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാർ വാദങ്ങൾ നിരത്തിയത്. പക്ഷേ അപ്പോഴും പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതായത് പൊതുമരാമത്ത് വകുപ്പിൽ പ്രത്യേകം ഒരു തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് നിയമനം നടത്തി. അങ്ങനെ ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവം. ആ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടപെടുകയും ആ നിയമനം റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ സുപ്രീം കോടതിയിൽ ഒരു ആശ്വാസം ലഭിക്കും എന്ന് കരുതിക്കൊണ്ടായിരുന്നു ഹർജി സുപ്രീം കോടതിക്ക് മുൻപിൽ എത്തിയത്. പക്ഷേ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഹൈക്കോടതിയുടെ വിധി അത് ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ഹർജി തള്ളിയിരിക്കുകയാണ്. സുഹൈൽ.
ശരി, സർക്കാർ സർവീസുകളിലേക്ക് ആളെ കയറ്റാനുള്ള ക്യാബിനറ്റിന്റെ പരിമിതികൾ എന്താണ്, പരിധി എന്താണെന്ന് കൂടി കോടതി വരച്ചിടുകയാണ്. പിൻവാതിൽ നിയമനം എന്ന അക്ഷരാർത്ഥത്തിൽ ഏറെ പ്രതിഷേധങ്ങൾ വരുന്ന സംഭവത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി റദ്ദ് ചെയ്ത ഉത്തരവ് പുനഃപരിശോധിക്കുന്നില്ല, ആ ഹർജി തള്ളിയിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ ആർ പ്രശാന്തിന്റെ പിൻവാതിൽ നിയമനം അത് ഒരു ഘട്ടത്തിലും ഒരു വിധത്തിലും സാധൂകരിക്കാനാകില്ലെന്ന് കോടതി തീർത്തു പറയുകയാണ്. 2018 ജനുവരിയിലായിരുന്നു ക്യാബിനറ്റ് ചേർന്ന ഇത്തരത്തിൽ PWD വകുപ്പിൽ ഒരു പ്രത്യേക തസ്തിക നൽകി ആർ പ്രശാന്തിനെ നിയമിച്ചിരിക്കുന്നത്. അന്തരിച്ച മുൻ MLA മുൻ KK രാമേന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന് ആശ്രിത നിയമനം എന്ന ബാനറിൽ എന്ന പേരിലായിരുന്നു ഇത്തരത്തിൽ ആളെ തിരികെ കയറ്റുന്ന രീതിയിൽ ഒരു നിയമനം നടത്തിയതെന്ന് ഏറെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. പ്രത്യേകിച്ച് ആശ്രിത നിയമനം സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്ക് തന്നെ ആശ്രിത നിയമനം നൽകുന്നതിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് സർക്കാർ സർവീസിൽ ഒന്നും ജോലി ചെയ്യാതെ ജനങ്ങളുടെ വോട്ടിൽ തെരഞ്ഞെടുപ്പെടുത്ത ജനപ്രതിനിധിയുടെ മകൻ എങ്ങനെ ആശ്രിത നിയമന പട്ടികയിലേക്ക് വരുമെന്ന ചോദ്യങ്ങൾ ഉയർത്തി ഒരു കേസ് കൂടി അതിൽ ഹൈക്കോടതി തന്നെ ആർ പ്രശാന്തിന്റെ ജോലി അല്ലെങ്കിൽ ആർ പ്രശാന്തിന്റെ നിയമനം റദ്ദ് ചെയ്തു. ഇത് ചോദ്യം ചെയ്തുള്ള അപ്പീലും തള്ളിയതോടെ ഈ കാര്യത്തിൽ പൂർണ്ണമായ ഒരു ചിത്രം വരുന്നു. ആർ പ്രശാന്ത് ആശ്രിത നിയമനത്തിന് യോഗ്യനല്ല. പ്രത്യേകിച്ച് ആർ അച്യുതൻ വീണ്ടും ചേരുന്നു. അച്യുതൻ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിതൊരു ബെഞ്ച് മാർക്ക് നിരീക്ഷണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ നിരീക്ഷിക്കാം. കാരണം ഒരു ക്യാബിനറ്റ് ചേർന്ന സർക്കാർ സർവീസിൽ എങ്ങനെ ആളെ കയറ്റാം, ഏതൊക്കെ രീതിയിൽ ആളെ കയറ്റാം എന്നുള്ളതിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ടെന്ന് കൂടി വരച്ചു കാട്ടുന്ന നിരീക്ഷണം കൂടിയല്ലേ അച്യുതൻ ഇത്? തീർച്ചയായിട്ടും സുഹേൽ, സുപ്രീം കോടതിയുടെ ആ ഒരു തീരുമാനം അത് വളരെ നിർണായകമാവുന്ന ഒരു തീരുമാനമാണ്. കാരണം ഭാവിയിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു തീരുമാനം.